നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ആവുന്ന ഒരു മൂവ്മെൻറ്റും അതിനോടൊപ്പം തന്നെ നന്നായി ഫോർവേഡ് ബെൻഡ് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റും പരിചയപ്പെടാം. ഇന്ന് ചെസ്റ്റിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ ഇന്ന് വളരെയധികം കോമൺ ആണ്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് അറ്റാക്ക്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് മസിൽസ് എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന മൂവ്മെൻറ്റും അതുപോലെ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ ലങ്സിന് കപ്പാസിറ്റി കൂട്ടുന്ന ഒരുപാട് യോഗാസനാസ് പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ എഫക്റ്റ് എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഫോർവേഡ് ബെൻഡിങ് നമുക്ക് ഒരുപാട് റിജിഡായിട്ടുള്ള സ്പൈനുള്ളവർക്ക് ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു ഫോർവേഡ് ബെൻഡിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ എപ്പിസോഡുകളിൽ ഫോർവേഡ് ബെൻഡിങ് ഒരുപാട് വരുന്ന യോഗാസനാസ് കണ്ടു കഴിഞ്ഞു. അത്രയും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തവർക്ക് ഒരു ബിഗിനർ ലെവൽ എന്ന രീതിയിൽ ഫോർവേഡ് ബെൻഡിങ് കിട്ടാവുന്ന ഒരു മൂവ്മെൻറ്റ് ഇന്ന് പരിചയപ്പെടാം. മാത്രമല്ല, ഇതിൽ നെക്ക് ഒരുപാട് സ്ട്രെച്ചിങ് വരുന്നത് കാരണം തൈറോയ്ഡ് ഗ്ലാൻഡിന് ഒരുപാട് എക്സസൈസ് കിട്ടുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം തുടങ്ങി വളരെ കോമൺ ആണ്. അതുപോലെ PCOD, നമുക്ക് ഇത് കാണുമ്പോൾ വളരെ ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിലും നമ്മളുടെ അബ്ഡോമിനൽ മസിൽസിൽ ഇത് ആക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഹോർമോണൽ ബാലൻസിങ്ങിന് ഒരു ആക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ PCOD കണ്ടീഷനിലും വളരെ സിമ്പിളായിട്ട് അധികം സമയമൊന്നുമില്ല എന്നുള്ളവർക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു യോഗാസന മൂവ്മെൻ്റാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ബാക്കിലേക്ക് കൊണ്ടുപോവാം. ഇന്നേൽ രണ്ട് കൈകളും ഈ രീതിയിൽ നന്നായി ചെസ്റ്റ് നന്നായി ഓപ്പൺ ആവുന്ന രീതിയിൽ നന്നായി ഷോൾഡർ നന്നായി ബാക്കിലേക്ക് കൊണ്ടുപോയി രണ്ട് കൈപ്പത്തികളും ബാക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് എക്സേൽ. നെക്കിന് നന്നായി സ്ട്രെച്ച് ചെയ്യും. ചെസ്റ്റ് നന്നായി വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കാം. ആൻഡ് എക്സേൽ. നന്നായി ഫ്രണ്ടിലേക്ക് കുനിയാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ രീതിയിൽ കൈമുട്ടുകൾ അതുപോലെ കൈപ്പത്തികൾ ഫ്ലോറിൽ പതിഞ്ഞിരിക്കട്ടെ. പറ്റാവുന്നവർ കൈ പതുക്കെ ഡ്രാഗ് ചെയ്ത് മുന്നിലേക്ക് നീക്കാം. നന്നായി കൊണ്ടുവരാം. ടച്ച് യുവർ ഫോർഹെഡ് ഓൺ ദ ഫ്ലോർ. വീണ്ടും കൈ പതുക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പുറകിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, കം ബാക്ക് ടു ദ സിറ്റിംഗ് പോസ്ചർ. ഒരു തവണ കൂടി കാണിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് കൈപ്പത്തികളും പുറകിലേക്ക് കൊണ്ടുവരാം. ചെസ്റ്റ് നന്നായി വൈഡ് ഓപ്പൺ ആക്കാം. ഷോൾഡർ ബാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻഹേൽ. പ്രസ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ ദ ഫ്ലോർ. And exhale. Stretch your neck, down your head, normal breathing. Then inhale. കൈകൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. കൈപ്പത്തികൾ ഫ്ലോറിൽ പതിച്ച് വയ്ക്കാം. ഈ രീതിയിൽ കഴിയുന്നവർ ഈ രീതി മെയിൻറ്റെയിൻ ചെയ്യാം. കഴിയുന്ന എല്ലാവരും കൈകൾ പതുക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് നീക്കാം. ഫോർഹെഡ് ഓൺ ദ ഫ്ലോർ, നോർമൽ ബ്രീത്തിങ്. ദെൻ കം ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. കൈകൾ പതുക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് തന്നെ പുറകിലേക്ക്. ദെൻ ലിഫ്റ്റ് യുവർ ഹെഡ്, കം ബാക്ക് ടു ദ നോർമൽ പൊസിഷൻ. ഈ രീതിയിൽ നമുക്ക് ആദ്യം ബാക്കിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് നെക്കിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റും അതിനോട് കൂടെ തന്നെ ഫോർവേഡിലേക്ക് ബെൻഡ് ചെയ്ത മൂവ്മെൻറ്റും ഒരു കമ്പൈൻ എന്ന രീതിയിൽ, ഒരു കോമ്പിനേഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. ആ രീതിയിൽ 3 മുതൽ 5 തവണ വരെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.